ഇന്ന് നമ്മൾ ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതിനായി ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ 1/2 കപ്പോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ വാനില എസൻസും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ചിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് 1/4 കപ്പോളം ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചേർത്ത് കൊടുത്ത ഈ മൈദയിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ 2 ടേബിൾ സ്പൂൺ മാറ്റി വെച്ചതിന് പകരം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ മൈദ തന്നെ എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ മുഴുവനായിട്ടൊന്ന് അരിച്ചിട്ട് കോഴിമുട്ടയുടെ ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു ബേക്കിംഗ് ട്രേ വട്ടത്തിലുള്ളത് എടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് മൈദപ്പൊടി ഇങ്ങനെ ഡസ്റ്റ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോന്ന് കിട്ടും. ഇനി ബാറ്റർ ഫുള്ളായിട്ട് ഞാൻ ഈ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊരു 20 മിനിറ്റ് ഞാൻ ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ മിൽക്ക് കേക്കിൻ്റെ സ്പഞ്ച് ഇവിടെ നല്ല രീതിക്ക് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ ചൂടൊന്ന് തണിഞ്ഞ ശേഷം ഇതിൽ നിന്ന് ഇതാ ഡിമോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. വീഡിയോയിൽ പറയുന്ന പോലെ കറക്റ്റ് മെഷർമെൻറ്റിൽ എടുക്കുകയാണെങ്കിൽ അടിപൊളി സ്പഞ്ച് തന്നെ കിട്ടും കേട്ടോ. ഈ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ നന്നായി പൊന്തി വന്ന ഭാഗം നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കേക്കിൽ ഒഴിച്ചു കൊടുക്കാനായിട്ടൊരു മിൽക്കിൻ്റെ മിക്സ് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു കപ്പിലേക്ക് 3/4 ഭാഗത്തോളം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മൾ പാലിൻ്റെ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒഴിക്കുന്ന പാലിൻ്റെ മിക്സ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താനായിട്ട് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കത്തി വെച്ചിട്ടോ നന്നായി ഒന്നിങ്ങനെ കുത്തി കൊടുക്കാം. ഇനി ഈ പാലിൻ്റെ മിക്സ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു പാലിൻ്റെ മിക്സ് കേക്കിൽ നന്നായിട്ട് സോക്ക് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഇതാ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ പാലിൻ്റെ മിക്സ് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ പോർഷനിലും വിപ്പിംഗ് ക്രീം എത്തുന്ന രീതിയിൽ വേണം ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്യാൻ എളുപ്പത്തിന് കത്തിയോണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഇനി എങ്ങനെ വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 പൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. നിങ്ങളെ കയ്യിൽ ഫ്രഷ് ഫ്രൂട്ടോ ഡ്രൈ ഫ്രൂട്ടോ അല്ലെങ്കിൽ നട്ട്സോ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മേലേക്ക് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള മിൽക്കിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഒറ്റ തവണയെങ്കിലും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എൻ്റെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ.